എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ആചാരത്തിന് ഇന്നത്തെ ഏറ്റവും പുതിയ സയൻസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നില്ലേ? അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. പുരാതനമായ ആചാരങ്ങൾക്ക് നമ്മുടെ പ്രായം കൂടുന്നതിനെ, അതായത് ഏജിങ്ങിനെ, കോശങ്ങളുടെ ലെവലിൽ തന്നെ ശരിക്കും പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇത് വെറുമൊരു വിശ്വാസം മാത്രമാണോ, അതോ ഇതിനകത്ത് എന്തെങ്കിലും സയൻസ് ഉണ്ടോ? നമുക്ക് നോക്കാം. അപ്പോ ഈ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് പുരാതന രീതികളെക്കുറിച്ചാണ്. ഒന്നാമത്തേത് ഏകാദശി ഉപവാസം, രണ്ടാമത്തേത് സ്വരയോഗ, അതായത് ശ്വാസത്തിന്റെ യോഗ. സ്വരയോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രാണായാമം പോലെയൊന്നും ആണെന്ന് വിചാരിക്കരുത്. ഇത് കുറച്ചുകൂടി ഡീപ്പാണ്. അതായത് നമ്മുടെ ശ്വാസമെടുക്കുന്ന രീതിയെ ചന്ദ്രന്റെ ഓരോ ദിവസത്തെ ചലനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഇതിലൂടെ ശരീരത്തിലെ എനർജിയെ ബാലൻസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രത്യേക ശാസ്ത്രം തന്നെയാണ്. അപ്പോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? സ്വരയോഗയുടെ അടിസ്ഥാന തത്വം ഇതാണ്. ചന്ദ്രമാസത്തിലെ ദിവസങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശ്വാസം ഓരോ മൂക്കിലൂടെയും മാറി മാറി വരണം. അതായത് ഒറ്റ സംഖ്യ വരുന്ന ദിവസങ്ങളിൽ വലതുമൂക്കിലൂടെയുള്ള ശ്വാസത്തിനായിരിക്കും പ്രാധാന്യം, ഇരട്ട സംഖ്യ ദിവസങ്ങളിൽ ഇടതുമൂക്കിലൂടെയും. കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നാമല്ലേ? പക്ഷേ എന്തിനാണിങ്ങനെ ഇടതും വലതും മാറുന്നത്? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഓരോ നാസാരന്ധ്രത്തിലൂടെ വരുന്ന ശ്വാസത്തിനും അതിൻ്റേതായ പ്രത്യേക എനർജി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ആശയത്തെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിൽ ഇട, പിംഗള എന്നു പേരുള്ള രണ്ട് പ്രധാന എനർജി ചാനലുകളുണ്ട്. ഇതിൽ ഇട എന്ന് പറയുന്നത് ഇടത് നാസികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെ ചന്ദ്രനാഡി എന്നാണ് പറയുന്നത്. പിംഗള വലത് നാസികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെ സൂര്യനാഡി എന്നും പറയുന്നു. ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റിലേക്ക് വരുന്നത്. ഇടത് നാസികയിലൂടെ, അതായത് ഇടയിലൂടെ വരുന്ന ശ്വാസത്തിന് അമൃതകല എന്നൊരു ഗുണമുണ്ട്. അമൃതെന്ന് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, പുനരുജ്ജീവനം, റീജനറേഷൻ, ശരീരം തണുപ്പിക്കുക, ഇതൊക്കെയാണ് അതിന്റെ ഫലം. ഇനി വലത് നാസികയിലൂടെയുള്ള പിൻകളയുടെ കാര്യമോ? അതിനെ വിഷകല എന്നാണ് പറയുന്നത്. അതായത് ശരീരത്തിലെ വിഷാംശങ്ങളെ ചൂടുപയോഗിച്ച് പുറന്തള്ളാനുള്ള കഴിവ്. അപ്പോൾ ഒന്ന് കൂളിംഗ് ആൻഡ് റീജനറേറ്റിംഗ്, മറ്റേത് ഹീറ്റിംഗ് ആൻഡ് ഡീടോക്സിഫൈങ്. അപ്പോൾ ഏകാദശി ഉപവാസത്തിന് ഇവിടെ എന്താ കാര്യം, അല്ലേ? ഇവിടെയാണ് കണക്ഷൻ വരുന്നത്. ഉപവാസമെടുക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ ശരീരത്തിലെ വിഷകലയെ, അതായത് ടോക്സിനുകളെ കുറച്ച് അമൃതകലയെ ആക്ടിവേറ്റ് ചെയ്യുക എന്നതാണ്. അതായത് ഡീടോക്സ് ചെയ്ത് ബോഡിയെ റീജനറേറ്റ് ചെയ്യുക. സിമ്പിളായി പറഞ്ഞാൽ അത്രയുള്ളൂ. ശരി, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് പുരാതനമായ സങ്കല്പങ്ങളെക്കുറിച്ചാണ്. എനർജി, ചാനൽസ്, അങ്ങനെയൊക്കെ. ഇനി നമുക്ക് നേരെ മൈക്രോസ്കോപ്പിനടിയിലേക്ക് പോകാം. അതായത് മോഡേൺ ബയോളജി ഇതിനെ എങ്ങനെ കാണുന്നു എന്ന് നോക്കാം. കോശങ്ങൾക്കുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? നമ്മുടെ ഓരോ കോശത്തിനകത്തും രണ്ട് തരം DNA ഉണ്ട്. ഒന്ന് ന്യൂക്ലിയസിനകത്തിരിക്കുന്ന NDNA. ഇതാണ് നമ്മുടെ മെയിൻ ജനിതക ബ്ലൂ പ്രിന്റ്. നമ്മുടെ മുടിയുടെ നിറം മുതൽ കണ്ണിന്റെ നിറം വരെ തീരുമാനിക്കുന്നത് ഇയാളാണ്. രണ്ടാമത്തേതാണ് mtDNA, അതായത് മൈറ്റോകോൺഡ്രിയൽ DNA. കോശത്തിന്റെ പവർ ഹോസ് എന്നറിയപ്പെടുന്ന മൈറ്റോകോൺഡ്രിയലാണ് ഇതിന് കാണുന്നത്. നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജി മുഴുവൻ ഉണ്ടാക്കുന്നത് ഈ മൈറ്റോകോൺഡ്രിയാണ്. അപ്പോൾ അതിന്റെ കൺട്രോൾ mtDNAയുടെ കയ്യിലാണെന്ന് പറയാം. അപ്പോ ഉപവാസവും ഈ ശ്വാസനിയന്ത്രണവും കോശങ്ങൾക്കുള്ളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? അതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ആദ്യം ഈ രണ്ട് കാര്യങ്ങളും ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു. ഈ സ്ട്രെസ് കുറയുമ്പോൾ നമ്മുടെ പവർ ഹൗസായ മൈറ്റോകോൺഡ്രിയയുടെ DNA, അതായത് mtNA, ഡാമേജിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതുമാത്രമല്ല, കോശങ്ങൾക്ക് സ്വയം ക്ലീൻ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതിനെയാണ് ഓട്ടോഫാജി എന്ന് പറയുന്നത്. ഉപവാസം ഈ ഓട്ടോഫാജിയെ നല്ലപോലെ ബൂസ്റ്റ് ചെയ്യും. ഇതിന്റെയെല്ലാം അവസാന ഫലം എന്താണെന്നോ? ആരോഗ്യമുള്ള, പുത്തൻ പോലെ പ്രവർത്തിക്കുന്ന മൈറ്റോകോൺഡ്രിയ. ഇപ്പൊ നമ്മൾ mtDNAയെക്കുറിച്ച് പറഞ്ഞു. ഇനി ഈ പസിലിലെ അവസാനത്തെ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കഷ്ണം കൂടിയുണ്ട്. അതാണ് ടെലോമിയറുകൾ. ഏജിങ്ങിനെക്കുറിച്ച്, അതായത് വാർദ്ധക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ടെലോമിയറുകളെപ്പറ്റി പറയാതെ പോകാൻ പറ്റില്ല. എന്താണ് ഈ ടെലോമിയറുകൾ? വളരെ സിമ്പിളായി പറയാം. നമ്മൾ ഷൂ ലേസ് കണ്ടിട്ടില്ലേ? അതിൻ്റെ അറ്റത്തൊരു പ്ലാസ്റ്റിക് കവചമുണ്ടാകും, ആ ലേസ് പിരിഞ്ഞു പോകാതിരിക്കാൻ. അതുപോലെ നമ്മുടെ DNA അറ്റത്തുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പാണ് ടെലോമിയറുകൾ. ഓരോ തവണ കോശം വിഭജിക്കുമ്പോഴും ഈ ടെലോമിയറുകളുടെ നീളം കുറഞ്ഞു കുറഞ്ഞു വരും. ഇതിൻ്റെ നീളം കുറയുന്നത് വാർദ്ധക്യത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ നീളം കുറയുന്നത് നമുക്ക് തടയാൻ പറ്റില്ലേ? അവിടെയാണ്
ടെലോമെറേസ് എന്ന എൻസൈമിന്റെ എൻട്രി ഇതൊരു സൂപ്പർ ഹീറോയെ പോലെയാണ്. ഈ എൻസൈമിന് ടെലോമിയറുകളുടെ നീളം കുറയുന്നത് തടയാനും ചില സാഹചര്യങ്ങളിൽ അവയെ പുനർനിർമ്മിക്കാനും വരെ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഏജിംഗ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യാൻ കഴിവുള്ള ഒരു എൻസൈം. ശരി, അപ്പോൾ നമ്മൾ പുരാതന യോഗശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ മോഡേൺ സെൽ ബയോളജിയെക്കുറിച്ചും DNA-യെക്കുറിച്ചും ടെലോമിയറുകളെക്കുറിച്ചും പറഞ്ഞു. ഇനി ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഒന്നിച്ചു വരുന്നതെന്ന് നോക്കാം. പാരമ്പര്യവും ശാസ്ത്രവും ഇവിടെ എങ്ങനെയാണ് ഒരുമിച്ച് ചേരുന്നത്? അപ്പോ ഈ പുരാതന രീതികൾ പിന്തുടരുമ്പോൾ നമ്മുടെ കോശങ്ങളുടെ തലത്തിൽ സംഭവിക്കുമെന്ന് പറയപ്പെടുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. 1. നമ്മുടെ എനർജി ഫാക്ടറിയായ mtDNA-യുടെ റിപ്പയർ നടക്കുന്നു. 2. നമ്മുടെ മെയിൻ ബ്ലൂപ്രിന്റായ nDNA-യിൽ ഒരു എപ്പിജനറ്റിക് റീസെറ്റ് നടക്കുന്നു, അതായത് അതിന്റെ പ്രവർത്തന രീതി മെച്ചപ്പെടുന്നു. 3. നമ്മുടെ യൗവനം കാത്തുസൂക്ഷിക്കുന്ന ടെലോമിയറുകൾക്ക് സംരക്ഷണം ലഭിക്കുന്നു. അതുകൊണ്ട് ഈ പഠനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഏകാദശിയെ പുതിയൊരു രീതിയിൽ കാണാം. അത് വെറുമൊരു മതപരമായ ആചാരം എന്നതിലുപരി നമ്മുടെ കോശങ്ങളെ ബയോളജിക്കലായി റീസെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന, ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിവുള്ളൊരു സംയോജിത സിസ്റ്റമായിട്ട് തന്നെ ഇതിനെ കാണാവുന്നതാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം കാതിൽ ഈ ഒരു വാക്യത്തിലുണ്ട്. അതായത് പണ്ട് ജീവിച്ചിരുന്നവർ ഏകാദശിയെ കണ്ടിരുന്നത് ഒരു ആചാരമായിട്ട് മാത്രമല്ല, മറിച്ച് നമ്മുടെ DNA റീജുവനേറ്റ് ചെയ്യാനും ടെലോമിയർ ബയോളജിയെ റീസെറ്റ് ചെയ്യാനുമുള്ളൊരു പ്രാക്ടീസ് ആയിട്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പുരാതനമായൊരു അറിവിനെ നമ്മുടെ ജനറ്റിക് കോഡിന് വരെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇനിയും എന്തെല്ലാം കണ്ടെത്താനുണ്ടാവും, അല്ലേ?